لا إله إلا الله ولي الصالحين وأشهد أن نبينا وسيدنا محمدا عبد الله ورسوله الأمين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين صدق الله العلي العظيم قال رسول الله صلى الله عليه وسلم الدين النصيحة قالوا لمن يا رسول الله قال لله ولرسوله لله ولكتابه ولرسوله ولأئمة المسلمين وعامتهم صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ആദരണീയരായ ഈ മഹത്തായ പണ്ഡിത സംഗമത്തിൻ്റെ അധ്യക്ഷൻ വന്യരായ ഉസ്താദ് അബ്ദുൽ ഖാദർ മുസ്ലിയാർ, മറ്റു വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മഹാന്മാരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, ഇവിടെ ഒരുമിച്ച് കൂടിയ എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അല്ലാഹുവിൻ്റെ ദീനിന് ഉപകരിക്കുന്ന ആത്മീയമായ ചൈതന്യവും നമ്മുടെ വിശ്വാസത്തിലുള്ള ദൃഢതയും വളർത്തുന്ന വിധത്തിലുള്ള മഹത്തായ സംരംഭമായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ കേരളത്തിലും അതിൻ്റെ പുറത്തും സമസ്തയുടെ ഗുണങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം വലിയ സന്തോഷത്തോടുകൂടെ ആ മുഹൂർത്തങ്ങൾ കാത്തിരിക്കുന്ന കാഴ്ച നാം കാണുകയാണ്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ 3 ദിവസമായി അന്തമാൻ ദ്വീപിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. 100ാം വാർഷികം പ്രമാണിച്ച് 100 ആദർശ സദസ്സുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഉദ്ഘാടനത്തിനായിരുന്നു ഞാൻ പോയത്. 7 സദസ്സുകൾ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും പോരുമ്പോൾ പറയുന്നത്, ഇൻഷാ അല്ലാഹ് ഉസ്താദെ ഞങ്ങളെ ബാംഗ്ലൂരിൽ നിന്ന് കാണാം, SKSSFൻ്റെ 35ാം വാർഷികത്തിന് ഞങ്ങൾ വരുന്നുണ്ട്, അവിടെ കാണാം. ഇവരൊക്കെ ഇതിനു വേണ്ടി പ്ലെയിൻ ടിക്കറ്റും കപ്പലും ഒക്കെ ബുക്ക് ചെയ്ത് കാത്തിരിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്താണ് എന്ന് അത്തരം സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുക. നമുക്കിതൊക്കെ ആദത്തായി മാറി. മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ അതിൻ്റെ ഗൗരവം പലപ്പോഴും നമുക്ക് ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെടണമെന്നില്ല. ഈ വിധത്തിലുള്ള അനുഭവങ്ങളാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സ്നേഹിക്കുന്ന, അതിൻ്റെ ഖദമാത്തുകൾ ലഭ്യമാകുന്ന എല്ലാ ഭാഗത്തുമുള്ളത്. ഇത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട ശൈഖുന സയ്യിദുൽ ഉലമയുടെ പ്രസംഗം നിങ്ങൾ ആദ്യാവസാനം ശ്രദ്ധിച്ചു. എന്തിനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സംസാരിച്ചത്? ബഹുമാനപ്പെട്ട അംബിയാ, അവരുടെ നുബുവത്ത്, അവരുടെ മഹത്വം, അവരുമായുള്ള ബന്ധം, അതുപോലെ അവരുടെ നായിബീങ്ങളായ അള്ളാഹുവിൻ്റെ ഔലിയാ, ഇവരെ ബന്ധപ്പെട്ടുകൊണ്ടാണ് അവരുടെ സംസാരം ആദ്യാവസാനം വരെയുള്ളത്. മുൻകാലങ്ങളിൽ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയുടെ പ്രസംഗങ്ങൾ കേട്ടവർക്കറിയാം, അതും ഇതുപോലെ നുബുവത്തിന്റെ മഹത്വവും മഹാന്മാരായ ഔലിയാഇന്റെ മഹത്വവും പറഞ്ഞുകൊണ്ടാണ് ശംസുൽ ഉലമയും പ്രസംഗിക്കാറ്. അവരുടെ ഒരു പ്രസംഗവും ഞാൻ കേട്ടതായി ഓർക്കുന്നില്ല. ഹഖ് തആലയുടെ മഹ്ബൂബീങ്ങളായ ഔലിയാക്കൾ എന്ന പ്രയോഗമില്ലാത്ത ഒരൊറ്റ പ്രസംഗവും ഞാൻ കേട്ടതായി ഓർക്കുന്നില്ല. ആ നിലക്ക് ഹഖ് തആലയുടെ മഹ്ബൂബീങ്ങളായ അല്ലാഹുവിന്റെ അംബിയാക്കൾ, ഔലിയാക്കൾ, ഇവരുമായുള്ള ബന്ധം, ഇവരുമായുള്ള മഹത്വം, അവരുടെ മഹത്വം ഇത് ഉദ്ഘോഷിക്കുക എന്നതാണ്
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനത്തിന്റെ ഒരു ഘടകം. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിത്തറ. രണ്ടാമതായി തങ്ങൾ ഉസ്താദ് ഇവിടെ പറഞ്ഞത് മദ്ഹബിനെ സംബന്ധിച്ചുമാണ്. ഈ രണ്ട് അടിസ്ഥാന വിഷയങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ബോധമുണ്ടാവുക എന്നതാണ് പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വം. അത് സമൂഹത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഉദാഹരണങ്ങളിലൂടെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. ഞാൻ വളരെ പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ വിവിധ ഭാഗങ്ങളിലായി വിവിധ സൂറത്തുകളിലായി നമ്മെ പഠിപ്പിച്ച ഒരു വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഉണ്ടായ സംഭവം. ഇബ്ലീസ്, മൽഊനായ ഇബ്ലീസിന്റെ സംഭവം. അതിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേക രൂപത്തിലാണ് അത് അവതരിപ്പിച്ചത്. മറ്റു പലയിടത്തും അത് വിഷയം പറയുന്നുണ്ടെങ്കിലും ഈ ശൈലിയിലല്ല. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ അവതരിപ്പിച്ചത് ഒരു പ്രത്യേക രൂപത്തിലാണ്. ആദ്യമായി ആ വിഷയം പറയുകയാണ്. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്ന സന്ദർഭം എന്താണ് പറഞ്ഞത്? ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ ഞാൻ ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്നു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഭൂമിയിൽ അല്ലാഹുവിന്റെ നിയമങ്ങൾ നടപ്പിൽ വരുത്തുന്നവരാണ് അല്ലാഹുവിന്റെ ഖലീഫമാർ. ഖലീഫ എന്ന് പറഞ്ഞാൽ മൻ യനൂബു മനാബൽ മുസ്തഖലിഫ്. ആരാണോ അവരെ പകരമാക്കുന്നത്, ആരാണോ അവരെ ഖലീഫയാക്കുന്നത്, അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഖലീഫമാർ. ഒരു ഖതീബ് അദ്ദേഹത്തിന് പള്ളിയിൽ വരാൻ കഴിയാതെ വരുമ്പോൾ മറ്റൊരാളെ പകരമാക്കിയാൽ അയാളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ വരുന്ന ആള് കൃത്യമായി അത് നിർവഹിക്കണം. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. ആവശ്യകത, അതിന്റെ ഗൗരവം പണ്ഡിതന്മാർ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിക്കുന്നത് ഖാലിഖുൻ ഖലീഫ എന്നല്ല, ജാഇലുൻ ഫിൽ അർളി ഖലീഫ എന്നാണ്. ഖൽഖ് വേറെയാണ്, ജഅൽ വേറെയാണ്. ഖൽഖ് സൃഷ്ടിപ്പാണ്, ജഅൽ നിയോഗമാണ്. ഐ മുസയ്യിറുൻ ഫിൽ അർളി ഖലീഫ. ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ നിയമങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്ന ആളുകൾ, അവരെ ഇവിടെ നിയോഗിക്കലാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമെന്നാണ് അവിടെ സമർത്ഥിക്കുന്നത്. ഐ മുസയ്യിറുൻ ഫിൽ അർളി ഖലീഫ വൽ ഖലീഫതു മൻ യഖ്ലുഫു ഗൈറഹു വയനൂബു മനാബഹ്. അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട്, ആരുടെ ഖലീഫയാണോ അയാളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അയാളെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തി എന്നാണ് ഖലീഫയുടെ അർത്ഥം. അല്ലാഹുവിന്റെ ഖലീഫമാർ ചിലപ്പോൾ മഹാന്മാര് പറയുന്നുണ്ട് ഫഹുവ ഖലീഫത്തുല്ലാഹി ഫീ കൗനിഹി മുൽക്കിഹി വ മലകൂതിഹി. അല്ലാഹുവിന്റെ ഖലീഫമാർ ചിലപ്പോൾ ഭൗതിക ലോകത്ത് മാത്രം ഖലീഫമാരാകും, ചിലപ്പോൾ മുൽക്കിലും മലകൂത്തിലുമാകും. ഭൗതിക ലോകത്തും അഭൗതിക ലോകത്തും അല്ലാഹുവിന്റെ നിയമങ്ങൾ നടപ്പിലാക്കുന്നവരാകും. മഹാനായ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം മലകൂത്തിലെ ഖലീഫയായിരുന്നു. ഖിയാമത്ത് നാൾ വരെ അവർ മലക്കൂത്തിലെ ഖലീഫയാണ്. അവരും അവരെ പ്രതിനിധീകരിക്കുന്നവരും. അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വമാ ഫഅൽതുഹു അൻ അംരി, ഇതൊന്നും എന്റെ ഇഷ്ടത്തിന് ചെയ്യല്ല. ഖലീഫക്ക് സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റില്ല. അള്ളാഹുവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുറാദുകൾ എന്താണെന്ന് നോക്കിക്കണ്ടുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നവരാണ് അള്ളാഹുവിന്റെ ഖലീഫമാർ. ആ ഖലീഫമാര് അവർ മലക്കൂത്തിലെ ഖലീഫയാകുമ്പോൾ മലക്കൂത്തിൽ മാത്രം അവർ പ്രവർത്തിക്കുന്നു. എന്നാൽ മറ്റു ചിലർ മുൽക്കിലെ ഖലീഫമാരാകും, മറ്റു ചിലർ മുൽക്കിലും മലക്കൂത്തിലും ഖലീഫമാരാകും. ഈ വിധത്തിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ആ വിഷയത്തെ പഠിപ്പിക്കുന്നുണ്ട്. ദുൽഖർനൈനിന്റെ ചരിത്രം പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ പലരുടേതും പഠിപ്പിക്കുന്നുണ്ട്.
യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർദ്. ദാവൂദ് നബിയെ, നിങ്ങളെ ഞാൻ ഭൂമിയിൽ എന്റെ ഖലീഫയാക്കിയിരിക്കുന്നു. ഫഹ്കും, എന്നെ പ്രതിനിധീകരിച്ച് ഭൂമിയിൽ ഹുക്ം നടപ്പിലാക്കേണ്ടവർ നിങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നത് വളരെ കൃത്യമായി പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു ഖലീഫ വേണ്ടി വന്നത്? അള്ളാഹുവിന് ഈ ലോകത്ത് കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ സാധ്യമല്ലേ? എന്തിനാണ് ഇങ്ങനെ ഒരു ഖലീഫ ആവശ്യമായത് എന്ന വിഷയം പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. അത് അള്ളാഹുവിന് കഴിയാത്തത് കൊണ്ടല്ല, ഈ ഭൂമിക്ക്, ഭൗതിക ലോകത്തിന് അത് നേരിട്ട് സ്വീകരിക്കാനുള്ള കെലിപ്പില്ലാത്തത് കൊണ്ടാണ്. ആരിലാണോ അള്ളാഹു ഖലീഫമാരെ നിശ്ചയിക്കുന്നത് അവർക്ക് അള്ളാഹുവിന്റെ ഹളറത്ത് ഖുദ്സിയയിൽ നിന്ന് നേരിട്ട് അവാമിറുകളെ സ്വീകരിക്കാനുള്ള കെലിപ്പ്, അതിനുള്ള പ്രാപ്തി, അതിനുള്ള കഴിവ് ഈ പ്രപഞ്ചത്തിനില്ലാത്തത് കൊണ്ടാണ് അതിന് കഴിവുള്ള വസീല ഇവിടെ ആവശ്യമാവുന്നത്, അതിന് പ്രാപ്തിയുള്ള ഖലീഫമാർ ഇവിടെ ആവശ്യമാവുന്നത് എന്ന്. ഈ യാഥാർത്ഥ്യം പണ്ഡിതന്മാർക്ക് മനസ്സിലാവാൻ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഞാൻ ഇവിടെ ഉദ്ധരിക്കാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഹിജാബുഹുൻ നൂർ. അല്ലാഹുവിന്റെ ഹിജാബ് നൂറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിജാബ് നൂറാണ്. എന്തൊരു അത്ഭുതമാണ്! നൂറ് ഹിജാബാകുന്നു. നൂറ് യഥാർത്ഥത്തിൽ ലാഹിറും മുദ്ഹിറുമാണ്. പണ്ഡിതന്മാരത് ചർച്ച ചെയ്യുന്നുണ്ട്. നൂറിനെ നമുക്ക് കാണാൻ കഴിയും, നൂറ് കൊണ്ടും കാണാൻ കഴിയും. നൂറുണ്ടെങ്കിലേ ലോകത്ത് കാണാൻ സാധ്യമാവുകയുള്ളൂ. നൂറ് ലാഹിറുമാണ്, മുദ്ഹിറുമാണ്. എന്നാൽ ഖാലിഖിന്റെ ഹക്കിൽ, ഖദീമായ റബ്ബിന്റെ ഹക്കിൽ, അവന്റെ ജനാബിൽ നൂറ് ഹിജാബാണ്. ഹിജാബുഹുൻ നൂർ. അത് അത്തരത്തിലുള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പ്രത്യേക തരം ഒളിവാണ്. നമ്മളതിന് പഴയ കാലത്ത് ഒളിവ് എന്നാണ് അർത്ഥം വെക്കാറ്. നമ്മളിപ്പോൾ കാണുന്ന നൂറിനോടൊന്നും അതിനെ ഖിയാസാക്കാൻ പറ്റുകയില്ല. ഇത് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലൗ കശഫ, അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങാനും ആ ഹിജാബിനെ നീക്കിയാൽ, നിങ്ങൾ ആലോചിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹിജാബ് എങ്ങാനും നീക്കിയാൽ, ലാഹിറഖത് സുബ്ഹാതു വജ്ഹിഹി മൻതഹാ ഇലൈഹി ബസറു. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഹിജാബ് നീക്കിയാൽ നേരിട്ട് പ്രപഞ്ചത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തജല്ലി ഉണ്ടായാൽ, ലഅഹ്റഖത് സുബ്ഹാതു വജ്ഹിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതാപത്തിന്റെ പ്രഭാകിരണങ്ങൾ കരിച്ചു കളയും. മൻതഹാ ഇലൈഹി ബസറു, സകല വസ്തുക്കളെയും, സകല വസ്തുക്കളെയും കരിച്ചു കളയും. അതാണ് ഞാൻ പറഞ്ഞത്, തഫ്സീർ അബൂ സഊദ് അടക്കം പറഞ്ഞത്, ലിഖുസൂരിൽ മുസ്തഖ്ലഫി ഫീഹിം. മുസ്തഖ്ലഫ ഫീഹിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തജല്ലി സ്വീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ ലോകത്ത് അല്ലാഹുവിന്റെ കാര്യങ്ങൾ, ഹുക്മുകൾ നടപ്പിലാക്കാൻ ഒരു ഖലീഫ ഇവിടെ ആവശ്യമാണ്. ഈ ലോകത്ത് ആവശ്യമാണ്. ഈ ലോകം കുറെ വളരേണ്ടതുണ്ട്, പുരോഗമിക്കേണ്ടതുണ്ട്. അതാണ് വഇദ് ഖാല റബ്ബുക എന്ന് റബ്ബ് തർബിയത്ത് പറഞ്ഞുകൊണ്ട് പറയുന്നത്. ആ റബ്ബിനെ റസൂലിലേക്ക് ഇളാഫത്ത് ചെയ്യാനുള്ള കാരണം വഇദ് ഖാല റബ്ബുക എന്നാ പറഞ്ഞത്. വഇദ് ഖാല റബ്ബു ആദമ അല്ല, ഇവിടെ സൃഷ്ടിക്കുന്നത് ആദമിനെയാണ് അലൈഹിസ്സലാം. എന്നിട്ടും പറഞ്ഞത് വഇദ് ഖാല റബ്ബുക എന്നാണ്. ഹഖീഖത്തൻ അസാലത്തൻ ഖലീഫ അല്ലാഹുവിന്റെ റസൂലാണ്. അതുകൊണ്ടാണ് അങ്ങനെ ആ ഇളാഫത്ത് നബിയിലേക്കായത് എന്നും മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. അവരുടെ നായിബീങ്ങളാണ് മറ്റ് അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ. റസൂലുള്ള വരാനുള്ള തൗത്തിയത്തായും കൊണ്ട്, അതിന്റെ മുന്നോടിയായും കൊണ്ട്, അതിനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് മറ്റുള്ള ഖലീഫമാർ ഇവിടെ വന്നത്. അപ്പോ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നായിബീങ്ങളായ അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഭൂമിയിൽ നിയമിക്കലാണ് അള്ളാഹുവിന്റെ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനുള്ള കാലത്തോളം ഈ ഖലീഫമാർ ഇവിടെ ഉണ്ടാകും. ഹഖീഖിയായ അടിസ്ഥാനപരമായ ഖലീഫമാർ
അള്ളാഹുവിന്റെ അമ്പിയാക്കളാണെങ്കിൽ അവരെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഖലീഫമാർ, ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. അത് സൂറത്ത് നൂറിൽ അള്ളാഹു പറയുന്നുണ്ട്, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. നിങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾക്ക് അള്ളാഹു വാഗ്ദാനം നൽകുന്നു. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്. നിങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾക്കും നിങ്ങളിൽ സൽക്കർമ്മം ചെയ്യുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നു, അവർ പണിയെടുത്തിട്ട് ഇവിടെ ഖിലാഫത്ത് ഉണ്ടാകും. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള് അയജ്അലുഹും ഖുലഫാ. മുൻഗാമികളായ അമ്പിയാക്കളെയും മഹാന്മാരെയും അള്ളാഹുവിന്റെ ഖലീഫമാരാക്കിയതുപോലെ അള്ളാഹു നിങ്ങളിൽ നിന്നും ഖലീഫമാരെ ഇവിടെ നിയോഗിച്ചു കൊണ്ടിരിക്കും എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു എന്നാണ് അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് നിങ്ങൾ നോക്ക്, ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ പിന്നീട് പറയുന്നത്, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ഇത് പണ്ഡിതന്മാരുടെ സമ്മേളനമായതുകൊണ്ട് പണ്ഡിതന്മാർ ആഴത്തിൽ പഠിക്കേണ്ടതിന്റെ ആവശ്യം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന് മാത്രം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകൾ, അതിന്റെ നിളമ്, അതിന്റെ വരികൾക്കിടയിലൂടെ പലതും പറയുന്നുണ്ട്. അതാണ് ഖുർആനിന്റെ ഹഖായിഖുകൾ, അസ്റാറുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മലക്കുകൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇങ്ങനെ ഒരു ഖലീഫയെ നിശ്ചയിക്കുന്നത്? ഈ ഭൂമിയിൽ രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന ആളുകളെ എന്തിനാണ് നിയോഗിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. എങ്ങനെയാണ് ഭൂമിയിൽ ഇവിടെ രക്തച്ചൊരിച്ചിലുണ്ടാകും, ഈ മനുഷ്യന്മാര് രക്തച്ചൊരിച്ചിലുണ്ടാക്കും എന്നൊക്കെ എങ്ങനെയാണ് മലക്കുകൾക്ക് മനസ്സിലായത് എന്ന് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. തഫ്സീറുകൾ വിശാലമായി പറയുന്നുണ്ട്. എന്നാൽ മുഹഖിഖീങ്ങളായ ചില പണ്ഡിതന്മാര് പറഞ്ഞു, അത് ആ ഖലീഫ എന്ന പദത്തിൽ നിന്ന് ലഭ്യമാണ് എന്ന്. അള്ളാഹുവിന്റെ സകല അസ്മാകളെയും പ്രതിനിധീകരിക്കുന്നവരാണ് ഖലീഫമാർ. അവർ മുന്തഖിമീങ്ങളായിരിക്കും, അവർ ശിക്ഷിക്കേണ്ടയിടത്ത് ശിക്ഷിക്കും, ഹാക്കിമീങ്ങളായിരിക്കും. ആ സകല അസ്മാഇനെയും പ്രതിനിധീകരിക്കണമെങ്കിൽ അതിനാവശ്യമായ അങ്ങനത്തെ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകും. അപ്പോൾ ഇവിടെ അതിക്രമങ്ങൾ ഉണ്ടാകും, നീതിയും അനീതിയും ഉണ്ടാകും. അപ്പോ അനീതി ഉണ്ടാകുമെന്ന് ആ പ്രയോഗത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അതുകൊണ്ടാണല്ലോ ഈ ചോദ്യം മറ്റെവിടെയും മലക്കുകൾ ചോദിച്ചത് പറയുന്നില്ല. അൽ ബഖറയിലെ ഖലീഫ പ്രയോഗത്തിന്റെ സ്ഥാനത്ത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് എല്ലാ നാമങ്ങളും പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? ഇത് മലക്കുകൾക്ക് കൊണ്ട് പഠിപ്പിച്ചു കൊടുത്താ പോരെ? പക്ഷെ മലക്കുകൾക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, മനുഷ്യന് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിനാവശ്യമായത് മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പിന്നെ ആദം നബിയോട് പറയുന്നത് അംബിഉഹും ബി അസ്മാഇഹിം എന്നാണ്. അവിടെ അല്ലിംഹും എന്നല്ല, അംബിഉഹും എന്നാണ്. തഅലീം വേറെയാണ്, ഇംബാ വേറെയാണ്. തഅലീം കൊണ്ട് ഉദ്ദേശിച്ചത് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ അടുത്ത് ഈ ലോകത്തുള്ള സകല വസ്തുക്കൾക്കും മാ മിൻ ഷൈഇൻ ഫിൽ വുജൂദി ഇല്ലാ വഖദ് ഉസിമ ഇൻദല്ലാഹി ബിസിമ. ഈ ലോകത്തുള്ള സകല വസ്തുക്കൾക്കും അള്ളാഹുവിന്റെ അടുത്ത് ഒരു പ്രത്യേക കോഡ് പേരുണ്ട്, ഒരു പ്രത്യേക നാമമുണ്ട്. ആ നാമം അങ്ങോട്ട് പഠിച്ചാൽ ഈ സാധനം എന്താണെന്നും ഇതിന്റെ ഉള്ളടക്കം എന്താണെന്നും ഇതിന്റെ ഉപയോഗം എന്താണെന്നും ഇതിന്റെ കൈഫിയത്ത് എങ്ങനെയാണെന്നും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനത്തെ ചില നാമങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് എല്ലാ വസ്തുക്കളെ സംബന്ധിച്ചുമുണ്ട്. അതിന്റെ കാറ്റലോഗ്, അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും, ഇതിൽ അടങ്ങിയിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെ, അതിന്റെ ഉപയോഗം എന്തൊക്കെ. ഭൂമിയിൽ ഖലീഫയാവണമെങ്കിൽ സകല വസ്തുക്കളെ സംബന്ധിച്ചും അറിഞ്ഞിരിക്കണമല്ലോ. ആ സകല വസ്തുക്കളെ സംബന്ധിച്ചും അറിയുകയും അതിന്റെ പ്രയോഗം എങ്ങനെയാണെന്ന് അറിയുകയും അതിന്റെ കൈഫിയത്തും അതിന്റെ ഉപയോഗവും അതിന്റെ ഫവായിദുകളും
ഒക്കെ അറിഞ്ഞിരിക്കണം. അതാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്തത്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. വഅല്ലമ ആദമൽ അസ്മാഅ. മലക്കുകൾക്ക് അതിന് സാധ്യമല്ല. മലക്കുകൾ ആലമുൽ അംറുമായി ടച്ച് ചെയ്തവർ മാത്രമാണ്. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ ഒരു ചെറിയ ജീവിയാണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ആലമുൽ അക്ബറു എന്ന് മഹാന്മാര് പറഞ്ഞതുപോലെ ലോകം മുഴുവനും അവനിൽ സമ്മേളിച്ചിട്ടുണ്ട്. ഒരു കാര്യം പഠിക്കണമെങ്കിൽ അതുമായി ഇവന് മുനാസബത്ത് വേണം, ബന്ധം വേണം. ഈ ലോകത്തെ സകല വസ്തുക്കളെയും അതിന്റെ ഉപയോഗങ്ങളെയും പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ, പഠിപ്പിച്ചാൽ ആ പഠിപ്പ് ഫലിക്കണമെങ്കിൽ അതുമായി ബന്ധം വേണം. മനുഷ്യൻ എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിയാണ്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം ഐ സൂറത്തൻ വമഅനൻ. തഫ്സീർ അബൂ സഊദ്. ഐ സൂറത്തൻ വമഅനൻ, രൂപത്തിൽ മാത്രമല്ല അർത്ഥത്തിലും മനുഷ്യൻ പരിപൂർണമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ വിവിധ ആയാത്തുകളിലൂടെ അതിലേക്കൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്നി ഖാലിഖുൻ ബശറൻ മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ. ചില സ്ഥലത്ത് മനുഷ്യനെ സൃഷ്ടിച്ചത് ചെളിയിൽ നിന്നാണെന്ന് പറഞ്ഞു. എന്താണ് ആ പറയുന്നത്? മണ്ണും വെള്ളവും അനാസിറുൽ അർബഅ മനുഷ്യനിലുണ്ട് എന്നാണ്. ലോകത്തിന്റെ അടിസ്ഥാനം 4 ഉൻസുറുകളാണ്. പഴയകാല ശാസ്ത്രം അത് സമർത്ഥിച്ചിട്ടുണ്ട്. ഇന്നത്തെ ശാസ്ത്രവും അതിനെ എതിർക്കുന്നില്ല. അവരെന്താണ് ഈ പറയുന്നത്? ഈ 4 അനാസിറുകളും, ഈ 4 പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമാകുന്ന 4 അനാസിറുകളും മനുഷ്യനിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. തീനാകുമ്പോ വെള്ളമുണ്ട്, മണ്ണുണ്ട്. മാത്രമല്ല മറ്റൊരിക്കൽ പറഞ്ഞു മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ. ഈ ചളി കൊണ്ടുണ്ടാക്കിയത് പിന്നെ സൽസാലാവണമെങ്കിൽ കാറ്റും ചൂടും തട്ടണം. അപ്പൊ നാറും ഉണ്ട്, ഹവയും ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ അതിലേക്കൊക്കെ സൂചിപ്പിക്കുകയാണ്. അതാണ് വഫീഹിൻ തവാ ആലമുൻ അക്ബറു എന്ന് പറയുന്നത്. ആലമുൻ അക്ബർ അവനിൽ സമ്മേളിച്ചിരിക്കുകയാണ്. ആ സമ്മേളിച്ച മനുഷ്യനെ ഇതെല്ലാം കൂടി അറിയാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യൻ ആലമുൽ അംറാൻ. എന്നാൽ ഈ ഭൗതിക ലോകത്തെ ഈ ഘടകങ്ങൾ അനാസിറുൽ അർബഅ ഉണ്ടാകുമ്പോൾ തന്നെയും ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, ആലമുൽ അംറിൽപ്പെട്ട ആ ആലമുൽ അംറിൽപ്പെട്ട റൂഹും മനുഷ്യനിലുണ്ട്. എല്ലാം കൂടിയവനാണ്. അതുകൊണ്ട് എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാത്തു വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മലക്കുകളോട് കൽപ്പിക്കുകയാണ്. എന്റെ ഖലീഫയാണ്, ഭൂമിയിലെ എന്റെ ഖലീഫയാണ്. ആ ഖലീഫയെ അനുസരിച്ചു കൊള്ളണം. ഉസ്ജുദു എന്ന് പറയുന്നത് ഒരു റംസാണ്, ഒരു ഇശാറത്താണ്. അവരെ അനുസരിച്ചു കൊള്ളണം. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. സുജൂദ് എന്ന് പറഞ്ഞാൽ അത് അതിന്റെ സൂചന, അതൊരു അടയാളം പറയുകയാണ്. ഈ വക ഖലീഫമാരുടെ ഖാദിമീങ്ങളായി നിലനിൽക്കൊള്ളണം, അനുസരണയുള്ളവരായി നിലനിന്നുകൊള്ളണം. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. ആ നിലക്ക് അവരെ അനുസരിക്കാനും അത് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് ഉസ്ജുദു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. ആ ചെയ്യുന്നത് എന്താണ്? എന്നിട്ടോ എല്ലാവരും സുജൂദ് ചെയ്തു. ഒരുത്തൻ സുജൂദ് ചെയ്തില്ല. എന്തായി പോയി? മൽഊനായി പോയി, ശപിക്കപ്പെട്ടു പോയി. വഅന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ. യൗമുദ്ദീൻ വരെ ലഅനത്താണ്. അപ്പൊ എന്നോടൊരാൾ ചോദിച്ചു, ഉസ്താദ് എന്നാ പിന്നെ ഖിയാമത്ത് നാളാണ്ട് കഴിഞ്ഞാൽ ഓന്റെ കാര്യം സലാമത്താവൂലെന്ന് വെച്ചു. യൗമുദ്ദീൻ വരെയല്ലേ? അപ്പൊ ഖിയാമത്ത് കഴിഞ്ഞാൽ ആ ബഹളക്കണ്ട് കഴിഞ്ഞാൽ പിന്നെ അയാളെ കാര്യം രക്ഷപ്പെടില്ലേ എന്ന് വെച്ചു. ലഅനത്ത് റഹ്മത്തിന്റെ മുഖാബിലയാണ്. തൗബ സ്വീകരിക്കാത്ത കുറ്റമാണ് അള്ളാന്റെ ഖലീഫമാരെ ധിക്കരിക്കുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇവിടെ എന്താ ഇവിടെ ഉണ്ടായത്? ഖലീഫമാരെ ഭൂമിയിൽ നിശ്ചയിച്ചപ്പോൾ ആകാശലോകത്ത് ഹിദായത്തിൽ നിലനിൽക്കണമെങ്കിൽ ഭൂമിയിലെ അല്ലാഹുവിന്റെ ഖലീഫമാരെ ബഹുമാനിച്ചു കൊള്ളണം, അനുസരിച്ചു കൊള്ളണം. എല്ലാവരും അനുസരിച്ചു, എല്ലാവരും അത് പ്രകടമാക്കി. മലക്കുകൾക്ക് ഹിദായത്ത് നിലനിന്നു. ഒരുത്തൻ അനുസരിച്ചില്ല, അവൻ മൽഊനായി മാറി. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എന്റെ മഹാന്മാരായ ഔലിയാക്കളെ ധിക്കരിച്ചാൽ, അവരെ വേദനിപ്പിച്ചാൽ ഞാനും അവനും തമ്മിൽ യുദ്ധത്തിലാണ്. അഥവാ
തൗബയില്ലാത്ത കുറ്റമായി മാറും, അവസാനം സൂഉൽ ആഖിബത്തിന് കാരണമാകും എന്ന്. ഇതെത്ര ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ പറയാന്നാണോ പലരും ധരിച്ചത്? ഈ വിധത്തിൽ അടിസ്ഥാനപരമായ എത്രയെത്ര തെളിവുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. പരിശുദ്ധമായ ദീനിന്റെ അടിത്തറയാണ് അള്ളാഹു ആദരിച്ച മഹാന്മാരെ, അള്ളാഹുവിന്റെ ഖലീഫമാരെ, അള്ളാഹു അവരെ ചുറ്റിപ്പറ്റിയുള്ള ആളുകളെ. എല്ലാവരും പൂർണ്ണാർത്ഥത്തിൽ ഖലീഫമാരാവണമെന്നില്ല. അവർക്ക് അവരുടേതായ ജുനൂദുകൾ ഉണ്ടാകും. അവരൊക്കെയായി ബന്ധപ്പെടുകയും അവരെ ആദരിക്കുകയും അവരെ ബഹുമാനിച്ചുകൊണ്ടും നിലനിൽക്കുക എന്ന് പറയുന്നത് പരിശുദ്ധമായ ദീനിന്റെ അടിത്തറയാണ്. വമൻ യുഅള്ളിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ നവറല്ലാഹു മർഖദഹ ഒരു അജ്മീർ മൗലിദ് രചിച്ചിട്ടുണ്ട്. അതൊരു വലിയ കിതാബാണ്. അതിൽ ഒന്ന് ഓതി നോക്കണം. അതിൽ പറയുന്നുണ്ട് ശആഇർ, ഈ ശആഇർ, ഈ നിലക്കുള്ള മഹാന്മാർ ഈ ആത്മീയമായ വളർച്ചയിലൂടെ ഉന്നതിയിലൂടെ ഉന്നതി പ്രാപിച്ച് അത്യുന്നതയിലേക്കെത്തും. അള്ളാഹുവിന്റെ സിഫാത്തുകളൊക്കെ അവരുടെ സ്വഭാവത്തിലേക്ക് മാറുന്ന അവസ്ഥയുണ്ടാകും എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറഞ്ഞ ഉദാഹരണം ഇരുമ്പിനെ തീയിൽ വെച്ചതുപോലെയാണ്. ഇരുമ്പ് പതക്കും, ഇരുമ്പിന്റെ ചൂടും പൊള്ളലും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഇരുമ്പ് തന്നെയാണ്, തീയ് തന്നെയാണ്. അള്ളാഹ് തന്നെ, മഖ്ലൂഖ് തന്നെ. പക്ഷേ ആ സിഫാത്തുകളെ ആവാഹിച്ചെടുക്കുന്ന, അതിനെ സ്വാംശീകരിക്കുന്ന ഫനാഇന്റെ മർത്തബയിലേക്ക് എത്തുന്ന മഹാന്മാർ, അതിനാണ് ഫനാ എന്ന് പറയുന്നത്. ഈ വിധത്തിലുള്ള ഔലിയാക്കൾ, അംബിയാക്കൾ, അവരിൽ ഈ ശആഇർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് അള്ളാഹുവിന്റെ അംബിയാക്കളാകുന്നു. അജ്മീർ മൗലിദിൽ കാണാം. അതുപോലെ അവന്റെ ഇഷ്ടദാസന്മാരാകുന്നു. പിന്നീട് അവരുടെ പാദസ്പർശനമേറ്റ ഇടങ്ങളൊക്കെ ആയിനത്തിൽ പെടുന്നു എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനൊക്കെ ആയാത്തുകളും ദലീലുകളും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ആ വിധത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹാന്മാരായ ആളുകളെ അനുസരിച്ചുകൊണ്ടും അവരെ ആദരിച്ചുകൊണ്ടും ജീവിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥ അർത്ഥത്തിൽ ഹിദായത്ത് നിലനിൽക്കുകയുള്ളൂ എന്ന വസ്തുത പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദാ. ഓരോ കാര്യങ്ങൾക്കും കൃത്യമായ നിശ്ചയങ്ങളുണ്ട്. ആ നിശ്ചയങ്ങളിലൂടെ പോയെങ്കിൽ മാത്രമേ ഫഹദ, ഹിദായത്ത് ഉണ്ടാവുകയുള്ളൂ. തേങ്ങ വേണമെങ്കിൽ മാങ്ങ ഉണ്ടാക്കി കുഴിച്ചിട്ടാ കിട്ടൂല. എന്താ? അള്ളാഹ്ക്ക് കഴിയാത്തത് കൊണ്ടല്ലോ. അതിന് അതിൻ്റെതായ റൂട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഹിദായത്തും. ഖദ്ദറ, ചില നിയമങ്ങൾ ഇവിടെ അള്ളാഹ് വെച്ചിട്ടുണ്ട്. ഫഹദ, അതിലൂടെയാണ് ഹിദായത്ത് കിട്ടുള്ളൂ. അപ്പൊ ആ മാർഗം അവലംബിച്ചേ പറ്റൂ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ നമ്മെ പഠിപ്പിച്ചത്. മഹാന്മാരായ സഹാബത്ത് നമുക്ക് കാണിച്ചു തന്നത് അതാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏറ്റവും ഈ നിലക്കുള്ള ഒരു ബഹുമാനം, ഈ നിലക്കുള്ള ഒരു ആദരവ്, അത് എത്രമാത്രം, അത് നുബുവത്തിന്റെ മഹത്വം മനസ്സിലാക്കുമ്പോഴാണ് ഉണ്ടാവുക. നുബുവത്തിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നബിയോട് വേണ്ട വിധത്തിലുള്ള ബഹുമാനം ഉണ്ടാകൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയാൽ എന്ത് ബഹുമാന പിന്നെ ഉണ്ടാവുക? അതിനനുസരിച്ചുള്ള ബഹുമാനല്ലേ പിന്നെ ഉണ്ടാവുള്ളൂ. അത് പറയുന്ന മുബത്തദിനെ താങ്ങി നടക്കണം എന്നാണോ ഇവിടെ പറയാനുള്ളത്? നടക്കുന്ന കാര്യമല്ല. ദീൻ ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം ഇത്തരം തോന്നിവാസം പറയുന്ന മുബത്തദികളെ ചെറുത്തു തോൽപ്പിക്കാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിത പടയണി ഇവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും. യാതൊരു സംശയം ആർക്കും അതിൽ വേണ്ട. എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ ഖിലാഫത്തിൽ പറഞ്ഞു, അവർക്ക് അതിൻ്റെതായ യാഥാർത്ഥ്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഖലീഫമാരാവുന്നത്. തങ്ങൾ ഉസ്താദിന്റെ പ്രസംഗത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, മൻ കൂശിഫു ബിഹഖായിഖിൽ അഷ്യാ, അവരാണ് അംബിയാക്കൾ. അവർക്ക് അതിനെ സംബന്ധിച്ചുള്ള ബോധം ആദ്യമേ അള്ളാഹു നൽകുന്നു. ആ നിലക്കുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാം തുർമദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരിക്കുകയാണ്, അനക്കല്ല, സാധാരണ അല്ലാത്തൊരു സ്വഭാവം. അങ്ങനെ ചില ഭാവമാറ്റം ഉണ്ടാകുന്നുണ്ട് മുഖത്തിനൊക്കെ. ളുഹ്ർ നിസ്കരിച്ചു, എന്നിട്ടും ഇരുന്നു.
ഇങ്ങനെ മുഖത്ത് ചില ഭാവമാറ്റമല്ലാതെ മറ്റൊന്നുമില്ല, സംസാരിക്കുന്നില്ല. അസറസ്കരിച്ചു എന്നിട്ടും ഇരുന്നു. സഹാബത്തൊക്കെ അന്തം വിട്ടു. എന്താണ് ഒരു പതിവില്ലാത്തത്? ആർക്കും ചോദിക്കാനും ധൈര്യമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോഴുള്ളത്. ബഹുമാനപ്പെട്ട സഹാബത്ത്, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, എന്താണ് തങ്ങൾ ഇന്ന് ഇങ്ങനെ ചെയ്യാൻ കാരണം എന്നൊന്ന് അന്വേഷിക്കുമോ എന്ന് ചോദിച്ചു. ഒന്ന് അന്വേഷിക്കുമോ എന്ന് ചോദിച്ചു. നമുക്ക് പഠിക്കാലോ, എല്ലാം അന്വേഷിച്ചൂടെ എന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അന്വേഷിച്ചപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞത്, ഈ ലോകത്ത് കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്ന സകല കാര്യങ്ങളും എന്റെ മേൽ പ്രദർശിപ്പിക്കപ്പെട്ടു, എനിക്ക് വെളിവാക്കപ്പെട്ടു. അതിങ്ങനെ ഞാൻ നേരിട്ടിരുന്ന് ഇങ്ങനെ കാണുകയായിരുന്നു. അറിവല്ല, അതിന്റെ അപ്പുറം നേരിട്ട് കണ്ട് അറിയുകയായിരുന്നു. എനിക്ക് വെളിവാക്കപ്പെട്ടു എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. തത്തുല്യമായ വേറെയും ഹദീസുകൾ കാണാം. ഈ നിലക്കുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതൊന്നും അറിയാത്ത ആളാണെന്ന് പറയുന്നത് അംഗീകരിച്ചു കൊടുക്കണമെന്നോ? ഒന്നും അംഗീകരിക്കാൻ സാധ്യമല്ല. അങ്ങനെ മഹാന്മാരായ അമ്പിയാക്കളെ അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി, വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഉസ്താദ് MT ഉസ്താദ് അവർകൾ നമ്മുടെ സദസ്സിലേക്ക് കയറി വരികയാണ്. അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അപ്പോ ഈ വിധത്തിൽ മഹാന്മാര്, അമ്പിയാക്കൾ, നുബൂവത്തിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കാതെ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെന്താണ് കാര്യം? എന്താണ് റിസാലത്ത്? എന്താണ് നുബൂവത്ത്? അതറിയണ്ടേ? അതറിയാതെ ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ സാധാരണ മനുഷ്യനാ. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞത് ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലാഹിറായ ജിഹത്തിനെ വിവരിക്കുകയാണ്. യുഹാ ഇലയ്യ എന്നത് നുബുവത്തിന്റെ ജാനിബിനെ വിവരിക്കുകയാണ്. അത് മനസ്സിലാക്കാതെ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ വിധത്തിൽ അതാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ ആദ്യമായി തന്നെ ബാബു കൈഫ കാന ബദ്ഉൽ വഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖൗലില്ലാഹി ജല്ല ദിക്റുഹു ഇന്നാ ഔഹൈനാ ഇലൈക കമാ ഔഹൈനാ ഇലാ നൂഹിൻ വന്നബിയ്യീന മിൻ ബഅദി. രണ്ട് വിഷയമാണ് ഇമാം ബുഖാരി അവിടെ സമർത്ഥിക്കുന്നത്. ഒന്ന്, വഹി എന്താണ്, വഹീന്റെ മഹത്വം എന്താണ്, നുബുവത്ത് എന്താണ്, അതുമായി ബന്ധപ്പെട്ട അതിന്റെ മബാദികളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഒരു ഭാഗത്ത് സമർത്ഥിക്കുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട ഈ പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്ത് സൂറത്തുൻ നിസായിലെ 4-5 ആയത്തുകളുള്ള ആയത്തിലേക്കാണ് സൂചിപ്പിക്കുന്നത്. ഇന്നാ ഔഹൈനാ ഇലൈക കമാ ഔഹൈനാ ഇലാ നൂഹിൻ വന്നബിയ്യീന മിൻ ബഅദിഹി വഔഹൈനാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ് എന്നിങ്ങനെ തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വഹീനെ സംബന്ധിച്ച് ഇത്ര വിശാലമായി, റസൂലുള്ളാഹിന്റെ നുബുവത്തിനെ സംബന്ധിച്ച് ഇത്ര വിശാലമായി പറയുന്ന ഒരായത്ത് വേറെയില്ല എന്നാണ് അയിമ്മത്ത് പറയുന്നത്. അതിലെന്താ പറയുന്നത്? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വഹി നൽകിയതുപോലെ തങ്ങൾക്ക് നാം വഹി നൽകി. വന്നബിയ്യീന മിൻ ബഅദിഹി, മറ്റ് അതിനുശേഷമുള്ള അമ്പിയാക്കൾക്ക് വഹി നൽകിയതുപോലെ നൽകി. എന്നിട്ട് പ്രത്യേകം എടുത്തു പറയുന്നു വഔഹൈനാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ് എന്നിങ്ങനെ പറഞ്ഞിട്ട് വകല്ലമല്ലാഹു മൂസാ തക്ലീമാ വആതൈനാ ദാവൂദ സബൂറാ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? വഹീന് പല അൻവാഴുകളുണ്ട്, പല തരത്തിലുണ്ട്. ഓരോ അമ്പിയാക്കളും ഓരോ മുർസലീങ്ങളും അതിലെ ചില പ്രത്യേക ഇനങ്ങളെ കൊണ്ട് മുഖ്തസീങ്ങളായിരുന്നു. എന്നാൽ അത് മുഴുവനും ഒരുമിച്ച് കൂട്ടിയ
മജ്മഉൽ കമാലാത്താണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നാണ് ഈ ആയത്തിലൂടെ സമർത്ഥിക്കുന്നത്. അതും കൂടി പഠിക്കണമെന്നാണ് ഇമാം ബുഖാരി തങ്ങൾ പറയുന്നത്. ഇത് രണ്ടിനെ സംബന്ധിച്ചുമാണ് ഞാൻ ഈ അധ്യായത്തിൽ പറയുന്നത് എന്ന്. ഏതെല്ലാം കല്ലമക തഫ്സീറുകൾ നോക്കിയാൽ കാണാം. വകല്ലമല്ലാഹു മൂസ തക്ലീമ ഐ കല്ലമക കമാ കല്ലമല്ലാഹു മൂസ തക്ലീമ വആതൈനാ ദാവൂദ സബൂറ ഐ ആതൈനാക കമാ ആതൈനാ ദാവൂദ സബൂറ. തഫ്സീറുകളിൽ കാണാം ഇങ്ങനെ അവരിലൊക്കെ എന്തെല്ലാം ഉണ്ടായിരുന്നു, എന്തെല്ലാം മഹത്വങ്ങളും വഹയിന്റെ ഏതെല്ലാം അൻവാഴുകളും ഓരോരുത്തർക്ക് മുഖ്തസായിട്ടുണ്ടായിരുന്നു. ചിലർക്ക് ചിലതുണ്ടാകും, ചിലർക്ക് പലതുമുണ്ടാകും. ഇത് മുഴുവനും ഒരുമിച്ച് കൂട്ടിയ ബഹുമാനപ്പെട്ട അക്മലുൻ നാസി ഖൽഖൻ വ ഖുൽഖൻ സയ്യിദുൽ ബശർ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം മനസ്സിലാക്കിയിട്ടാണ് അങ്ങോട്ട് കടക്കേണ്ടത്, ഈമാനിലേക്ക് തന്നെ കടക്കേണ്ടത് എന്നിട്ടാണ്. അതുകൊണ്ടല്ലേ രണ്ടാമത്തെ അധ്യായമായിട്ട് കിതാബുൽ ഈമാൻ വന്നത്. വഹി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം യഥാർത്ഥ ഈമാനിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ ഇത് രണ്ടും മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള ബഹുമാനം അവർക്ക് നൽകിക്കൊണ്ട് പരിശുദ്ധ കിതാബിനോടും തിരുസുന്നത്തിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ, ബഹുമാനപ്പെട്ട ഉസ്താദ് വന്നതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല, ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ തിരക്ക് നമുക്കറിയാം, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ഹദീസിൽ കാണാം, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് ആണെങ്കിലും ഇമാം ബുഖാരി അത് തർജുമയായി കൊടുത്തിട്ടുമുണ്ട് കിതാബുൽ ഈമാനിന്റെ അവസാനത്തിൽ. അതിലെന്താ പറഞ്ഞത്? അദ്ദീനു അന്നസീഹ, ദീൻ നസീഹത്താണ്, ഗുണകാംക്ഷയാണ്, നന്മ ഉദ്ദേശിക്കലാണ്. ഹിയാസത്തുൽ ഹവ്വ്, ഇത്ര കാമിലായ ജാമിയായ വേറെ പദല്ല എന്നാണ് അയിമ്മത്തൊക്കെ പറഞ്ഞത്. ആ നിലക്ക് റസൂലുള്ള പറയാണ്. ആർക്ക്? ലില്ലാഹി വലി റസൂലിഹി, ലില്ലാഹി അല്ലാഹുവിന്, വലി കിതാബിഹി അല്ലാഹുവിന്റെ കിതാബിന്, അല്ലാഹുവിന്റെ കിതാബിനോട് ആ കിതാബ് അല്ലാഹുവിന്റെ കലാമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അത് അല്ലാഹുവിന്റെ കലാമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള ബഹുമാനം കൊടുക്കുക, അതിനെ അനാവശ്യമായി ദുർവ്യാഖ്യാനം ചെയ്യാതിരിക്കുക, അതിനെ അനുസരിക്കുക, അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുക, അതിനോട് നൽകേണ്ടുന്ന ബഹുമാനം അതേ ക്രമത്തിൽ കൊടുക്കുക. ആദ്യം ഇവിടെ ഇല്ലാതെ ആയത് ഖൽഖുൽ ഖുർആൻ എന്ന വാദമാണ് മുബ്തദിഅകൾ ഇവിടെ കൊണ്ടുവന്നത്. അതിനെതിൽ പണ്ഡിതന്മാർ ശക്തമായി നിലകൊണ്ടത് കൊണ്ടാണ് ഇന്ന് അങ്ങനെ ഒരു വാദം ഇല്ലാതെയായത്. വെറുതെ അല്ല. എത്ര ആളുകളെ കൊല്ലപ്പെട്ടു, എത്ര വലിയ മഹാന്മാരെ കൊല്ലപ്പെട്ടു. അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇ എന്ന് പറയുന്ന മഹാനായ പണ്ഡിതനെ വാസിഖ് ഒരൊറ്റ വെട്ടാണ്, തല അങ്ങോട്ട് വീണു. തല വീഴുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നത് ഞങ്ങൾ കേട്ടു എന്നാണ്. ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ ഈ തല ദിക്ർ ചൊല്ലുകയാണ്. പിന്നീട് ആ തല അങ്ങാടിയിൽ ഒരു കുന്തത്തുമ്മ നാട്ടി നിർത്തിയതാണ്. മഹാന്മാര് പറയുന്നുണ്ട്, ആ കുന്തത്തുമ്മ നാട്ടി നിർത്തിയ തല അതിനെ ഖബറിൽ കൊണ്ടുപോയി വെക്കുന്നത് വരെ ഖുർആൻ ഓതുന്നത് കണ്ടു എന്നാണ് ബഹുമാനപ്പെട്ട മഹാന്മാർ പറയുന്നുണ്ട്. ഞാൻ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു. ആ അവസരത്തിൽ അഹ്മദ് നസ്റുൽ ഖുസായിയുടെ അരികിലൂടെ റസൂലുള്ളാഹി സഹാബികൾ ചിലർ നടന്നു പോവാണ്. അങ്ങോട്ടെത്തിയപ്പോൾ റസൂലുള്ള മുഖം തിരിച്ചു. അപ്പോ ഞാൻ ചോദിച്ചു, എന്താ? സഹാബത്തിൽ ചിലർ ചോദിക്കുകയാണ്, എന്താ മുഖം തിരിക്കാൻ കാരണം? ഇന്നി അസ്തഹി മിൻഹു ഹൈസു ഖതലഹു റജുലു മിൻ അഹ്ലി ബൈതി. ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാൻ ലജ്ജിച്ചു. കാരണം എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരുത്തനാണല്ലോ അദ്ദേഹത്തെ കൊന്നത്. ആ നിലക്ക് അല്ലാഹു തആല ആദരിച്ചു, ബഹുമാനിച്ചു. എന്തിന്റെ പേരിൽ? അല്ലാഹുവിന്റെ ദീനിനെ നിലനിർത്താൻ ഇവിടെ പ്രവർത്തിച്ചതിന്റെ പേരിൽ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ വിധത്തിലുള്ള ഒരു ബഹുമാനവും ആദരവും ഇവിടെ നിലനിൽക്കണം. അദ്ദീനു അന്നസീഹ ലില്ലാഹി വലി കിതാബിഹി വലി അയിമ്മത്തിൽ മുസ്ലിമീന വഅമ്മത്തിഹിം. മുസ്ലിമീങ്ങളുടെ നേതാക്കൾ, മുസ്ലിമീങ്ങളുടെ ഉമറാക്കൾ, മുസ്ലിമീങ്ങളുടെ ഉലമാക്കൾ. ഫത്ഹുൽ ബാരിയിൽ കാണാൽ വമിൻഹുമുൽ അയിമ്മത്തുൽ മുജ്തഹിദൂൻ. ആ അയിമ്മത്തിൽ അവരും പെടുന്നു. വഅമ്മത്തിഹിം സാധാരണ ജനങ്ങൾ. ഇവരോടൊക്കെ നൽകേണ്ടുന്ന പെരുമാറ്റത്തിൽ കാണിക്കേണ്ടുന്ന അദബും ബഹുമാനവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് പരിശുദ്ധമായ ദീൻ ഇവിടെ നിലനിൽക്കണം. അതാണ് യഥാർത്ഥ രൂപത്തിൽ ഉള്ള ദീൻ. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതിന് കോട്ടം വരുത്താൻ വേണ്ടി എല്ലാ ഭാഗത്തുനിന്നും, ഈമാനിനെ നശിപ്പിക്കാൻ ഒരു ഭാഗത്തുനിന്ന്,
നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കാൻ മറ്റൊരു ഭാഗത്തു നിന്ന്, നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ മറ്റൊരു ഭാഗത്തു നിന്ന്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ ചൂഷണം ചെയ്യാൻ മറ്റൊരു ഭാഗത്ത് തരീഖത്തുകാരും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്തം വളരെ വലുതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ തൃശൂർ ജില്ലാ കമ്മിറ്റി വീണ്ടും പണ്ഡിത സമ്മേളനം വിളിച്ചപ്പോൾ ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാഹ് ഇവിടെ എത്തി. നമുക്കൊരുപാട് ഇവിടെ നിർവഹിക്കാനുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. ഈ സമയത്ത് നാം മിണ്ടാതിരുന്നാൽ അതിന്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ നേതൃത്വത്തെ അനുസരിച്ചുകൊണ്ട് വളരെ തന്ത്രപരമായി ഹിക്മത്തോടുകൂടെ ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അവസാനം കിട്ടുന്നതാണ് ഹിക്മത്ത്. ആ ഹിക്മത്ത് കൊണ്ടാണ് ദഅവത്ത് തുടങ്ങുന്നത്. അതുകൊണ്ട് വളരെ ഹിക്മത്തോടുകൂടെ തന്ത്രപരമായി വിവേകത്തോടുകൂടെ നാം നമ്മുടെ ദീനിന്റെ സേവകരും അതിന്റെ ഖാദിമീങ്ങളും അതിന്റെ പ്രചാരകരുമാവണം. അതിന്റെ ഗുണം വളരെ വലുതായിരിക്കും, അല്ലാതിരുന്നാൽ അതിന്റെ അപകടവും വളരെ വലുതായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അല്ലാഹുവിന്റെ യഥാർത്ഥ ദീനിന്റെ ഖാദിമീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് ആ മഹാന്മാരായ നമ്മുടെ മശായിഖന്മാര് എന്തൊന്നാണോ ആഗ്രഹിച്ചത് ആ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കുന്ന അതിന്റെ സേവകരായി നമ്മെ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.